അമ്മ എന്റെ ഫ്രണ്ട്സ് വല്ലതും ആണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ തുറക്കാത്ര താമസം? അവൻ എന്തി ഓറിയോ അവൻ പുറത്തോട്ട് വിടാ. അമ്മ എന്നാങ്കി അമ്മയുടെ ഈ മാസത്തെ മരുന്ന് അവൻ വരുമ്പോ എന്നെ വിളിക്കാൻ പറ, ഞാൻ കൊണ്ട് പോന്നെ. പോയമ്മാവൻ നല്ലത് ചെയ്യാൻ വന്നായിരുന്നു, എന്നിട്ട് അവൻ അങ്ങനെ പറഞ്ഞു. ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഒത്തവന്മാര് വരും പെട്ടിക്കകത്ത് കൈയിട്ട് വരാൻ. നിക്കടാ അവിടെ. എന്താ നിന്റെ വിചാരം? അവൻ വന്ന് നിന്നെ പെട്ടിട്ട് കൈയിട്ട് വരാനാണെന്നോ? അല്ലെ തിരിച്ചറിയാൻ മേലാത്തത് ഇങ്ങനെയൊക്കെ ചിലവര് പറയും. ഇവർക്ക് കണ്ണു തന്നെ തിരിച്ചറിയാൻ മേല. നല്ലവരും കാണും ചീത്തവരും കാണും. നിന്റെ പറച്ചിലേട്ട തോന്നുന്നു നീ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്നും കെട്ടി ഇറങ്ങി ഗൾഫിലോട്ട് പോയെന്ന്. നിനക്കൂടെ നല്ല ജോലി നല്ല സാലറി ഇല്ലായിരുന്നോ? അതും കളഞ്ഞിട്ട് നീ ഗൾഫിൽ പോയത് കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? അവൻ വന്നെന്തിനാ നിനക്കറിയാമോ? അല്ല നിനക്ക് എന്തറിയാം വീട്ടിനെ കുറിച്ച്? കിട്ടില്ല, ഇങ്ങനെ ആയിരിക്കണം. അല്ല നീ എനിക്ക് നല്ലൊരു കാര്യം ചെയ്ത്, നീ പോകുന്നതിന് ഇവിടെ കുറച്ച് നല്ല കൂട്ടുകാരെ ഒപ്പിച്ചിട്ടിട്ട് പോയി. അവന്മാരുണ്ടായതുകൊണ്ടാ ഇവിടെ പല കാര്യങ്ങളും നടന്നു പോകുന്നത്. അവളോട് ചോദിച്ചു നോക്ക്. അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം പോവേ വരികയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്മാർ ആരെങ്കിലും വന്ന് വിളിക്കുക ചെയ്യുന്നത്. എന്നിട്ട് അവൻ വന്നിരിക്കുന്നത്. അമ്മ അത് വിട്, അമ്മക്ക് ഞാൻ എന്തോ കൊണ്ടുവന്നു നോക്കുക. മക്കളെ, അമ്മയ്ക്ക് വേണ്ടതൊന്നും അതിനകത്ത് കാണത്തില്ല. എനിക്ക് വേണ്ടത് ഏതേ അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിയാണ്, പണം കൊടുത്ത് വാങ്ങിച്ച് കിട്ടാത്ത സ്നേഹമാണ് അവനിൽ നിന്ന് കിട്ടുന്നത്. തിരിച്ചറിയത്തില്ല. അല്ലെങ്കിലും പൊതുവെ നല്ലവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര പാടാണ്.